ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പം ഞാൻ ഇന്ന് ഈ ഒരു വൈറ്റ് ഫ്രോക്കാണ് കേട്ടോ ഡിസൈൻ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ നെക്കിൽ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നെറ്റിലും അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പിൻ്റെ അവിടെയായിട്ട് ഞാനൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് അതേപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഈ ഒരു ലേസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി മീറ്റർ കണക്കാക്കിയിട്ടാണ് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് കിട്ടുക. അപ്പോൾ ഇതുപോലെ 2 ലേസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൽ എനിക്കിഷ്ടമായത് ഞാൻ താഴത്ത് വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് ലേസാണ് കേട്ടോ. മറ്റേത് എനിക്ക് ഒന്നുകൂടി നല്ല വലുതായിട്ട് തോന്നി. അപ്പോൾ അത്രയ്ക്ക് വേണ്ട, ഈ ഒരു ഇത് മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാണ് എടുത്തത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു ലേസ് ഇങ്ങനെ എത്രത്തോളം നമുക്ക് ലെങ്ത്ത് വേണം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ നോർമൽ നമ്മുടെ കൈത്തുന്നലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എങ്ങനെയാണോ തുന്നാൻ പറ്റുന്നത് ആ ഒരു രീതിയിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തല കീഴായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എവിടെയാണോ വേണ്ടത്, ഇത് ഞാൻ കുറച്ച് ഇതിൻ്റെ ആ ഫ്ലീറ്റൊക്കെ വരുന്നില്ലേ അതിൻ്റെ കുറച്ച് താഴോട്ടാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് വേറിട്ട് നിൽക്കാതിരിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ താഴത്തോട്ടേക്ക് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലുള്ള പിന്നുകൾ വെടിക്കാനായിട്ട് കിട്ടില്ലേ, ആ പിന്നൊന്ന് ഇതുപോലെ ഒന്ന് അവിടെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കൈത്തുന്നൽ തുന്നാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഞാൻ എവിടെയാണ് വേണ്ടത് അതിനനുസരിച്ച് ആ കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ പിന്നുകൾ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ ഇത് നോർമൽ നമ്മുടെ നീഡിലും അതേപോലെ തന്നെ ത്രെഡ് കൊടുക്കുക. അതായത് വൈറ്റ് ത്രെഡ് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ 2 ആക്കി മടക്കിയിട്ട് സൂചിയിൽ കൂടെ കോർത്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 4 ഇഴ നമുക്ക് കിട്ടും ടോട്ടൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നോർമൽ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ഉണ്ടല്ലോ ആ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കുറച്ചൊന്ന് ഒരു ഗ്യാപ്പ് വിട്ട് ആ ഫ്ലവർ എവിടെയൊക്കെയാണ് വരുന്നത് ഫ്ലവറിൻ്റെ പുറത്തോട്ട് കിടക്കാണ്ട് ഉള്ളിലോട്ട് തന്നെ ആയിട്ട് ആ ഓരത്തു കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഇനി നമ്മുടെ ആ ലീഫിൻ്റെ അവിടേക്കും ഇതേപോലെ കൊണ്ടുപോവുക. ഇങ്ങനെ. അപ്പോൾ എളുപ്പമാണ്. നമുക്കിത് ഇതേ കളർ ത്രെഡ് ആയതുകൊണ്ട് അറിയാനും പറ്റില്ല നമ്മളിതിങ്ങനെ കൈകൊണ്ട് തുന്നിയതാണോ അല്ല മെഷീൻ കൊണ്ട് തുന്നിയതാണോ ഒന്നും അറിയില്ല. നല്ല നീറ്റായിട്ട് നമുക്കിത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് മോട്ടീഫാണോ എടുക്കുന്നത് അതിൻ്റെ ഔട്ട്ലൈൻ അനുസരിച്ച് വേണം ഇതേപോലെ തുന്നി കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പെട്ടെന്ന് തീരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കുറച്ച് വീതിയിലിട്ട് കൊടുക്കരുത്. അതായത് വീതി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നീളത്തിൽ ലെങ്ത്ത് കൂട്ടിയിട്ട് ഒരിക്കലും ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതൊരു വൃത്തികേടായിട്ടുണ്ടാവും. നമുക്കത് 1 ടൈം യൂസിനൊക്കെ പറ്റുണ്ടാവുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഇതേപോലെ കുഞ്ഞി ഇതാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും. അത് നമുക്ക് കൂടുതൽ കാലം നിൽക്കുകയും ചെയ്യും. ഇത് മറ്റേത് നമ്മളിത് പിള്ളേർക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ രാവിലെ ഇട്ട് കഴിഞ്ഞ് വൈകുന്നേരത്ത് വരുമ്പോഴേക്കും അതിൻ്റെ പൂവൊക്കെ ഇങ്ങനെ പറഞ്ഞു പോരുന്നത് പോലെ ഇങ്ങനെ ലെങ്ത്ത് കൂടുന്തോറും അതിൻ്റെ ആ ഒരു നീറ്റ്നെസ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ കണ്ടില്ലേ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് നിങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ ഇതേപോലെ ഫുള്ള് ഒരു റൗണ്ട് മൊത്തം ചുറ്റിയിട്ട് ഈ ഒരു ലേസ് നമുക്ക് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ ഈ ലേസ് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഈ ഒരു നെക്കിൻ്റെ ഭാഗത്താണ്. അപ്പോൾ
ഇതുപോലെ ഒരു വൈറ്റ് സീക്വൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലൊരു മൾട്ടി കളർ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിന് 35 റുപ്പീസാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ക്ലിപ്പ് സ്റ്റോൺസ് ആണ്. അതും സിൽവർ കളർ കേട്ടോ, അതാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, കാരണം എല്ലാം ചെയ്തതിന് ശേഷമാണല്ലോ ഞാൻ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതൊരു ഫ്ലവർ സീക്വൻസ് ആണ്. ഇതും വൈറ്റ് കളറാണ് കേട്ടോ. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ വേറൊരു കളർ പോലെ ഉണ്ട്, പക്ഷെ വൈറ്റ് തന്നെയാണ്. പിന്നെ ഇതും ഇതേപോലെ ഒരു വൈറ്റ് കളറിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സീക്വൻസ് ആണ്, പക്ഷെ അതും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലത്തെ നമ്മുടെ വൈറ്റ് ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഒരു നെക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒന്നുകൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെ പേളിൻ്റെ ബീഡ്സ് ഉണ്ടല്ലോ, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഈ ഒരു ചെയിൻ, അതായത് ഇത് പേൾ ചെയിൻ ആണ്, ഇത് സ്റ്റോൺ ചെയിൻ ആണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഗോൾഡൻ കളറിലാണ് വരുന്നത്. അതായത് അതിൻ്റെ ആ ഒരു ഫ്രെയിം ഉണ്ടാവില്ലേ, അത് ഗോൾഡൻ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു 2 എണ്ണം ഞാൻ ഇടവിട്ടിട്ട് ഒന്ന് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ ഈ ഒരു സ്റ്റോൺ ചെയിൻ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം കൈകൊണ്ട് തുന്നിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 2 അലക്കി കഴിഞ്ഞ് ചിലപ്പോൾ അതിങ്ങനെ വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുട്ടികളും അല്ലേ, അവർ ജസ്റ്റ് ഒന്ന് പറിച്ചെടുക്കുകയൊക്കെ ചെയ്താൽ അത് നമുക്ക് പോരും. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മളൊന്ന് കൈത്തുന്നൽ കൂടി ഒന്ന് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്ലൂ കൊണ്ടാണ് ഇതിനെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ ഒന്ന് ജസ്റ്റ് നമ്മൾ നല്ലതുപോലെ പശ തേച്ച് കൊടുക്കുന്നില്ല, കാരണം ഇത് പശയിൽ ഒട്ടി നിൽക്കേണ്ട ഒരു സാധനം അല്ലാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തുന്നി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ കറക്റ്റ് ഒരു ഇത് കിട്ടാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ആ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇനി ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് സ്റ്റോൺ ചെയിൻ ആണ് വെച്ച് കൊടുക്കുന്നത്. അത് ഈ ഒരു എങ്ങനെയാണോ അതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത് ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സ്റ്റോൺ ചെയിൻ ആണ്. എന്നിട്ട് അതിൻ്റെ എൻഡ് എത്തുമ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ വീണ്ടും പേൾ പെയിൻ്റ് ആണ് കേട്ടോ, പേൾ പെയിൻ്റ് അല്ല, പേളിൻ്റെ ആ ഒരു സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ, അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ വീണ്ടും ഒരു സ്റ്റോൺ ചെയിനും പിന്നെ പേൾ ചെയിനും വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുത്തു. ഇനി നമ്മൾ ഇത് ഒട്ടിക്കുക മാത്രം ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്? ഇതുപോലെ നമ്മൾ സൂചി നൂലും എടുക്കുക. എന്നിട്ട് ആദ്യം 2 ലെയർ ഒന്ന് തുന്നിയെടുക്കുക. അതും നമ്മൾ ഈ ഒരു എന്താ പറയുക റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇതും ചെയ്തെടുക്കുന്നത് കേട്ടോ, തുന്നിയെടുക്കുന്നത്. അപ്പോൾ ഓരോ ഗ്യാപ്പ് വിട്ടിട്ട് നല്ല നീറ്റായിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് അത് തുന്നി പിടിപ്പിക്കാം, കാണാതെ ഇരുന്നാൽ മതി. അതായത് പുറത്തോട്ട് കൂടുതൽ നൂലുകളൊന്നും കാണാത്ത രീതിയിൽ വേണം നമ്മളത് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഇതുപോലെ ഇങ്ങനെ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ച് ആദ്യം മുകളിൽ നിന്ന് താഴോട്ട് കുത്തിയെടുക്കും. പിന്നെ ഒന്ന് നമ്മൾ കുറച്ച് വീതി വിട്ടിട്ട് 1 2 അല്ലെങ്കിൽ 2 3 സ്റ്റോണ് വിട്ടിട്ട് അപ്പുറത്തെ സൈഡിൽ കുത്തിയെടുക്കുക. വീണ്ടും മുകളിലോട്ട് കുത്തി കയറ്റുക. എന്നിട്ട് അതിനവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല, കാരണം ഞാനത് സൂം ചെയ്തെടുത്തില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ക്ഷമിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാനായിട്ട് പറ്റുന്നത് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏതായാലും ഏകദേശം ഒരു ഐഡിയ കിട്ടും ഞാൻ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന്. അത്യാവശ്യം ഇങ്ങനെ തുന്നാനൊക്കെ അറിയുന്നവർക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടിക്കാണും. അങ്ങനെ ഇത് മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഇപ്പം തന്നെ നമ്മുടെ ഉടുപ്പ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു സംഭവവും അതേപോലെ ആ ഒരു ലേസൊക്കെ വന്നപ്പോൾ തന്നെ ഉടുപ്പിനൊരു പ്രത്യേക ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നെക്ക് കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്താവൂലേ നമ്മുടെ ഡ്രസ്സ്, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെ ചെയ്ത് നോക്കണം എന്നൊന്ന് ടെസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഇതുപോലെ നമ്മുടെ എന്താ പറയുക ഇതുണ്ടല്ലോ, ഞാനിപ്പോൾ ഒരു
പേൾ ബീഡ്സ് ഉണ്ടല്ലോ, ഒരു സ്മാൾ സൈസിലുള്ളത്, അതാണ് കേട്ടോ ഇപ്പോൾ കുത്തി കൊടുക്കുന്നത്. ഇത് റാൻഡമായിട്ട്, അതായത് ഇപ്പം നമ്മൾ പേൾ ബീഡ് വെച്ച് കൊടുത്തു. ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോണത് നമ്മുടെ ഫ്ലവർ സീക്വൻസ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനെ ഫ്ലവർ സീക്വൻസ് ഇതുപോലെ കമഴ്ത്തിയിട്ടിട്ട് വേണം നമ്മളത് കോർത്തെടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്കിത് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഫ്രണ്ടിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുള്ളൂ. എന്നിട്ട് അതിലോട്ട് ഒരു ഷുഗർ ബീഡ് കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ ഷുഗർ ബീഡ്സിനെ മാറ്റിയിട്ട് ആ എന്താ പറയുക സീക്വൻസിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക. അപ്പോൾ അതവിടെ നിന്ന് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു റൗണ്ടിൽ സാധാരണ പരന്ന ടൈപ്പിൽ വരുന്ന സീക്വൻസ് ഉണ്ടല്ലോ, അതും ഇതുപോലെ തന്നെ ഷുഗർ ബീഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തിയിറക്കി കൊടുക്കുക. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, നമ്മുടെ മുത്തുണ്ടല്ലോ, പേൾ ബീഡ് ഉണ്ടല്ലോ, അതിനൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുക, തുടർന്നുകൊണ്ടേയിരിക്കുക. അതായത് ഇപ്പോൾ ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ഫ്ലവർ ബീഡ്സ് അല്ലെങ്കിൽ സീക്വൻസ് വെച്ച് കൊടുക്കുക, ഫ്ലവർ ബീഡ്സ് വെച്ച് കൊടുക്കുക, ഫ്ലവർ സീക്വൻസ് വെച്ച് കൊടുക്കുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ ഒരു റാൻഡമായിട്ട്, അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് ഏത് സ്റ്റെപ്പാണോ ചെയ്തത് അത് തന്നെ വീണ്ടും വീണ്ടും അങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാനായിട്ട് എളുപ്പമാണ്, കുറച്ച് സമയം പെട്ടെന്ന് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഈ ഒരു മോൾക്ക് ഈ ഡ്രസ്സ് തയ്ച്ചത് നമ്മുടെ ചിൽഡ്രൻസ് ഡേയുടെ 2 ദിവസം മുന്നെയാണ് കേട്ടോ. 2 ദിവസം ഞാൻ ഫസ്റ്റത്തെ ഒരു ദിവസം എന്ത് ചെയ്തു, ഈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. 2ാമത്തെ ദിവസം ഞാനിത് വർക്ക് ചെയ്യാനും ഉപയോഗിച്ചു കേട്ടോ. ഫുൾ ഡേ ഇരുന്നില്ല, കുറച്ച് സമയം, അതായത് ഉച്ചയ്ക്ക് തൊട്ടിട്ടാണ് ഞാനത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത്. അതേപോലെ തന്നെ ഡിസൈനിങ്ങും ചെയ്തത് ഏകദേശം ആ ഒരു സമയത്ത് തന്നെയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ നെക്ക് ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കി വരുന്ന ആ ഒരു ഭാഗത്തൊക്കെ ആ റൗണ്ട് സീക്വൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കാക്കിയിട്ട്. അപ്പോൾ അതും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഉടുപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. ഇതാണ്. ഇതിൻ്റെ ഞാൻ ബാക്ക് വശം കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ബാക്കിലും നെറ്റാണ് വരുന്നത്. അപ്പോൾ കുറച്ച് ഒന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു നെറ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നമ്മൾ എന്താ പറയുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, ആ ഭാഗത്തെ നെക്കിലും ഇതുപോലെ ആ നെക്കിൽ ചെയ്ത് കൊടുത്ത ആ ഒരു വർക്ക് താഴത്തും ചെയ്ത് കൊടുത്തു. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള സീക്വൻസ് കൊണ്ടുള്ള ആ ഒരു വർക്കും ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഈ ഒരു ഡ്രസ്സ് ശരിക്കും നമ്മൾ വാങ്ങിക്കില്ലേ കടയിൽ നിന്നൊന്നും ഇങ്ങനെ മേടിക്കാനായിട്ട് കിട്ടില്ല. കാരണം നമ്മൾ അധികം കസ്റ്റമൈസ് ചെയ്തെടുക്കുക തന്നെ വേണം കേട്ടോ. അപ്പം അതുപോലത്തെ ഒരു ഉടുപ്പ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് തന്നെ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.